ഗൈസ്, ഇപ്പോൾ സമയം ഇവിടെ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ഏകദേശം 3 മണിയായി കാണും. ഇന്ന് നമ്മുടെ അവസാനത്തെ രാത്രിയാണ് ഇവിടെ. നമ്മുടെ എന്ന് പറയുമ്പോൾ എൻ്റെ ദുബായിലുള്ള അവസാനത്തെ രാത്രിയാണ്. നാളെ വൈകിട്ടാണ് ഫ്ലൈറ്റ് നമ്മളെ നാട്ടിലോട്ട്. ഇവിടെ ഞാൻ ശരിക്കും 14 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ കൂടി ഈ റൂമിനകത്ത് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അതും ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ നൂൺ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ ആമസോണൊക്കെ പോലെ UAE വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റാണ് നൂണിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. അതിൻ്റെ അൺബോക്സിങ് ആണ്. പ്രൊഡക്റ്റ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് തന്നെ കാണിച്ചു തരാം. അല്ലെങ്കിൽ തമ്മിലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്താണ് പ്രൊഡക്റ്റ് എന്ന്. ഇന്നലെയാണ് നൂണിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തത്. ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ കിട്ടി. എന്താണെന്ന് ഞാൻ തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം നിതിൻ. വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് നെറ്റ്സ്. രാത്രിയാണ് എടുക്കുന്നത് ഈ വീഡിയോ, അതുകൊണ്ട് കുറച്ച് ലൈറ്റിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും. നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഇതൊക്കെ നൂണിൻ്റെ ഒരു പാക്കേജും കൂടി ഉണ്ട്. ഒരു എയർ ബബിൾ കവറുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കട്ടെ എന്താണെന്ന്. യെസ്, ഇറ്റ്സ് ആൻ iPhone 13 Pro. അതാണ് ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഐഫോൺ അൺബോക്സ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഒരുപാട് ഫോണുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഐഫോൺ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഐഫോൺ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. നമ്മളെല്ലാം ആൻഡ്രോയിഡിൻ്റെ ആൾക്കാരാണ്. ആ ബോക്സ് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഫ്രണ്ടിൽ ഫോണിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലെല്ലാം ബ്രാൻഡിങ് ആണ്. അത് ആപ്പിളിൻ്റെ ലോഗോ, ഐഫോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയും ലോഗോ വരുന്നുണ്ട്. ഇവിടെ ഐഫോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഫോണിൻ്റെ IMEI ഡീറ്റെയിൽസ്, പിന്നെ ഇവിടെയാണ് ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ നമുക്കിത് തുറക്കാം. യെസ്, തുറന്നു. താഴെ ഒരു ലോക്കുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഐഫോണിൻ്റെ ക്വാളിറ്റി ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു USB കേബിൾ വരുന്നുണ്ട്, ചാർജിങ് കേബിൾ. പിന്നെ ഒരു സിം കാർഡ് ഇജക്ടർ വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ലോഗോയുടെ സ്റ്റിക്കർ വരുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നും തന്നെ വരുന്നില്ല. അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ആപ്പിളിൻ്റെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അവർ ആപ്പിൾ ID ഒക്കെ ചോദിക്കും. എനിക്ക് ആപ്പിൾ ID ഒന്നുമില്ല. സോ ഞാൻ സെറ്റപ്പ് ലേറ്റർ കൊടുത്ത് പോവുകയാണ്. ഞാനൊരു സെറ്റപ്പ് ഇപ്പോൾ ചെയ്യുന്നില്ല, എല്ലാം സെറ്റപ്പ് ലേറ്ററാണ് കൊടുക്കുന്നത്. പിന്നെ തീം സെലക്ഷൻ ചോദിച്ചിട്ടുണ്ട്, ലൈറ്റ് വേണോ ഡാർക്ക് വേണോ എന്നുള്ളത്. യെസ്, വെൽക്കം ടു ഐഫോൺ. ബേസിക് സെറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇതാണ് ഫോണിൻ്റെ ഹോം സ്ക്രീന്. ഫസ്റ്റ് നമ്മളെടുത്ത അറിയാമല്ലോ, ഫസ്റ്റ് അൺബോക്സ് ചെയ്ത് ആദ്യം എടുക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ്. ക്യാമറ നോക്കാം, പറയേണ്ട കാര്യമില്ല, ഒരു രക്ഷയില്ല, നല്ല ക്ലാരിറ്റിയാണ്. കാണാമല്ലോ. സൂം 3x സൂമാണ്. ഇതിൽ തന്നെ ഒരുപാട് മോഡ്സ് ഉണ്ട്. സിനിമാറ്റിക് മോഡുണ്ട്, സ്ലോമോ മോഡുണ്ട്, ടൈം ലാപ്സ് ഉണ്ട്. പിന്നെ ആപ്പിളിൻ്റെ തന്നെ കുറേ ആപ്സ് അവൈലബിൾ ആണ്. ആപ്പിൾ TV, പോഡ്കാസ്റ്റ്, ആപ്പ് സ്റ്റോർ ഒക്കെ ഉണ്ട്. പിന്നെ വാലറ്റ്,
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഐഫോൺ എന്താണ്, ഐഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളും എന്താണെന്നൊക്കെ അറിയാം. അത് മാത്രമല്ല, ഐഫോൺ 13 പ്രോനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനും വെറുതെ ചെയ്തിടേണ്ട ആവശ്യമില്ല. ബട്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതും ആദ്യമായിട്ടാണ് ഞാനൊരു ഐഫോൺ അൺബോക്സ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള മിക്ക ഫീച്ചേഴ്സ് എനിക്കും അറിയില്ല, കാരണം ഞാനൊരു ആൻഡ്രോയിഡ് യൂസറാണ്. ഇനി ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം എന്തൊക്കെ ഫീച്ചേഴ്സ് എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് അറിയാനായിട്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഇടാം. അത് നിങ്ങൾ കമൻസിൽ പറയുകയാണെങ്കിൽ. എനിവേ, നല്ല രസമുണ്ട് ഇത് ഉപയോഗിച്ച് നോക്കാനായിട്ട്. ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പാടുണ്ട്, ബട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ക്യാമറ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ടാകാം. ഫ്രണ്ട്സ്, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. കുട്ടി അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ അറിയാമല്ലോ, പുതിയ ചാനലാണ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ചെറിയ ടെക് വിശേഷങ്ങളുമായിട്ട് നിതിൻ വരുന്നതായിരിക്കും. സോ ദിസ് ടൈം നിതിൻ സൈനിങ് ഓഫ്. ബൈ ബൈ.